ഇത്രയും സാധനം ചേർത്തുള്ളൂ കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ഈ ചുവന്ന മുളക്, നമ്മുടെ പൊടിച്ച കരിയാപ്പില. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കരിയാപ്പില ചേർത്തത്. പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടിച്ചില്ല, അപ്പം നമ്മൾ കല്ലേ വെച്ചിട്ടാണ് പൊടിച്ചത്. ഇത്രയും സാധനമാണ് നമ്മൾ ചേർത്തത് കേട്ടോ രസത്തിന്. പിന്നെ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞൊഴിച്ചു. നമ്മളെ രസം ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടേക്കുന്നത് നോക്കിയമ്മ. ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, വറ്റൽമുളക്, നമ്മൾ 2 കുരുമുളക് പൊടി ഇട്ടിളക്കി. തക്കാളി ഇടും കേട്ടോ. നമ്മളിപ്പോഴും തക്കാളി ഇട്ടിട്ടില്ല. അത് മൂക്കട്ടെ. പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഒഴിച്ച്. വാളം ഇച്ചിരി പുളി കുറച്ചും കൂടി നമുക്ക് കണ്ടില്ലേ, കണ്ട ഇങ്ങനത്തെ പുളിയാണ്. അങ്ങനെ പിഴിഞ്ഞ വെള്ളം ചുച്ച വെള്ളം കൂടി ഒഴിക്കും ഇല്ലേ. രസം റെഡിയായി. പുളി പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ചു. പിന്നെ ഇതൊക്കെ ചതച്ചിട്ടതാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ അരച്ചില്ല, നമ്മൾ ഇടിക്കല്ലേൽ ഇടിച്ചങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഉണ്ടോ കരിയാപ്പില നല്ലോണം. പനിയൊക്കെ ഉണ്ടെങ്കിൽ കുറ്റു നല്ല കരിയാപ്പിലയാണ് ഇത്. നമ്മൾ ഒടിച്ചെടുത്തത്. കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ നമ്മളിങ്ങനെ ഇടത്തില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഒടിച്ചതായതുകൊണ്ട് കുറച്ച് നമ്മളിട്ട് ഇറങ്ങട്ടെ. കുരുമുളകൊക്കെ നല്ലോണം പൊടിഞ്ഞിട്ടില്ല, ഈ കല്ലിൽ ഇടിച്ചതായതുകൊണ്ടേ. തിളച്ച് കണ്ട ഇറങ്ങട്ടെ. ആ കുരുമുളക് അധികം പൊടിഞ്ഞില്ലായിരുന്നു, അപ്പം അതിൻ്റെ ഇച്ചിരി സത്തൊക്കെ ഇറങ്ങട്ടെ. നല്ല രുചിയുണ്ട്. നല്ല ഈ ജലദോഷത്തിനും നല്ല രസമാണ്. ഓക്കെ, ബൈ.